നമസ്തേ. CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 അതിപ്പോൾ വീണ്ടും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2019 തന്നെ വലിയ ബഹളമായിരുന്നു. അത് അന്ന് കെട്ടടങ്ങി. കോവിഡ് വന്നതുകൊണ്ട് കുറേയൊക്കെ അത് കെട്ടടങ്ങാൻ സഹായിച്ചു. ഈ ബഹളങ്ങൾക്കെല്ലാം കാരണം ഈ നിയമത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും തെറ്റിദ്ധരിപ്പിക്കലുമാണ്. ഈ നിയമം മുസ്ലിങ്ങളെ ഇവിടുന്ന് ഓടിക്കും, ഈ രാജ്യം മുസ്ലിങ്ങളുടെ അല്ലാതാക്കും, ഹിന്ദുക്കളും അതുപോലെ തന്നെ ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ മതി, ഇവിടെ ക്രിസ്ത്യാനികളൊക്കെ മതി എന്ന് ആരോ തീരുമാനിച്ചെന്നും അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെ ഇവിടുന്ന് നാട് കടത്താനുള്ള പരിശ്രമമാണ് ഈ നിയമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് അന്ന് തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചത്. മുസ്ലിങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളെയെല്ലാം ഇത് വല്ലാതെ ക്ഷുഭിതരാക്കുകയും അവർ വലിയൊരു സമരത്തിലേക്ക് എടുത്തിയാടുകയും ചെയ്തു. പക്ഷെ ഇവരാരും നിയമം വായിച്ചു നോക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്താണ് നിയമത്തിൽ പറയുന്നത്? ഇതാരുടെയെങ്കിലും ഇതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ, ഇതിനകത്ത് ആരുടെയെങ്കിലും പൗരത്വം ഇല്ലാതാക്കുന്ന യാതൊന്നും അടങ്ങിയിട്ടില്ല. ഇല്ലാതാക്കണമെന്ന ഒരു നിർദ്ദേശമേ ഇതിനകത്തില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. വെറുതെ മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാനാണ് ഈ ഭേദഗതി മൂലം ശ്രമിക്കുന്നതെന്ന ആക്ഷേപം വെറുതെ ഉന്നയിക്കുന്നതാണ്. അതിനകത്ത് യാതൊരു സത്യവുമില്ല. അങ്ങനെ നിർദ്ദേശിക്കുന്ന ഒരു വകുപ്പ്, ഒരു സെൻറ്റൻസ് ഈ നിയമ ഭേദഗതിയിൽ ചൂണ്ടിക്കാണിക്കാമോ? ഈ പ്രതിഷേധക്കാർക്ക് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. എന്തിനാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത്? അത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ളതാണ്. ഏതൊക്കെയാണ് ആ 6 മതവിഭാഗങ്ങൾ? ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പിന്നെ പാഴ്സികളും ക്രിസ്ത്യാനികളും. ഇവരൊക്കെ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അവർ പൗരത്വത്തിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള വ്യവസ്ഥയാണ് ഈ നിയമ ഭേദഗതിയിലുള്ളത്. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. 2014 ഡിസംബർ 31 മുമ്പ് ഇങ്ങോട്ട് വന്നവരായിരിക്കും, ഇന്ത്യയിൽ എത്തിയവരായിരിക്കണം. പിന്നെ അവർക്ക് അത് രണ്ടാമത്തെ വലിയൊരു കണ്ടീഷനുണ്ട്. ഇവിടെ തുടർന്ന് താമസിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടായിരിക്കണം. ഫോറിനേഴ്സ് ആക്ടിൻ്റെയും പാസ്പോർട്ട് ആക്ടിൻ്റെയും ഒക്കെ വ്യവസ്ഥകൾക്ക് അതീതമായി അവർക്കിവിടെ താമസിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം, അവർക്ക് കൊടുക്കാം. അതാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലാതെ ആരുടെയും സിറ്റിസൺഷിപ്പ് പൗരത്വം ഇല്ലാതാക്കാനല്ല. അങ്ങനെ ഇതിനകത്തൊരു വ്യവസ്ഥയേ ഇല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നേതാക്കന്മാർ. ആദ്യം നേതാക്കന്മാർ ഇത് വായിച്ച് ശരിക്കും മനസ്സിലാക്കണം. അറിവില്ലാത്തതുകൊണ്ടാണെങ്കിൽ, ഇനി അറിഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കണം. ജനങ്ങളല്ലെങ്കിൽ അറിയാവുന്നവരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങളെ വെറുതെ കൊണ്ടുവന്ന് ഈ സമരമുഖത്തിലേക്ക് കൊണ്ടുവരികയും നിങ്ങളെ ക്ഷോഭത്തിലേക്ക് തള്ളിവിടുകയുമാണ് ഈ വിവരം കെട്ട നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം കെട്ടവരെ നിങ്ങൾ ഒഴിവാക്കണം, അവരെ തള്ളിക്കളയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇതിനകത്തില്ല. ഇതാണ് ഈ ഇങ്ങനെ വന്ന ആൾക്കാരാണ്. ഇത് വിവേചനമല്ലേ എന്ന് ചോദിക്കാം. ആണ്, ഇത് വിവേചനമാണ്. മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിൽ എന്ന 3 രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുമ്പ് വന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നില്ല. ബാക്കി ന്യൂനപക്ഷങ്ങൾക്ക്, അവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് കൊടുക്കാത്ത എന്താ? മുസ്ലിങ്ങൾ അവിടെ ഭൂരിപക്ഷമാണ്. മുസ്ലിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അന്നേരം അവർക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അവർ മുസ്ലിങ്ങളല്ലേ. മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യം എന്തിനാണ്? മുസ്ലിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ്? അവരൊക്കെ പ്രത്യേകം രാജ്യം വാങ്ങിച്ച് പോയ ആൾക്കാരാണ്, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ. പിന്നെ അവരെന്ത് കാരണത്താലാണ് ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ തന്നെ ഭാരതത്തെ സ്നേഹിച്ച് ഇവിടെ തന്നെ നിന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് എന്തിനാണ് അവർ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? സ്വന്തം രാജ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയവരല്ലേ. പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ക്രിസ്ത്യൻ, പാഴ്സി, പിന്നെ ഹിന്ദു, സിഖ്, ജൈന വിഭാഗങ്ങൾക്ക്
ബുദ്ധ വിഭാഗങ്ങൾക്ക്, ഈ മതങ്ങൾക്ക് പെട്ടവർക്ക് കൊടുക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർ ന്യൂനപക്ഷങ്ങളായിരുന്നു ഈ 3 രാജ്യങ്ങളിലും. അവരെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗം പീഡിപ്പിച്ചു ഓടിക്കുകയാണ് ചെയ്തത്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ വിഭജന കാലത്ത് ഉണ്ടായിരുന്ന ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യയും ഇപ്പോഴുള്ള ജനസംഖ്യയും തമ്മിൽ താരതമ്യം ചെയ്താൽ അത് കാര്യം വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾ അവിടെ എന്തുവേണ്ടി പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ളതിന്. അങ്ങനെ ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ നിയമ നിർമ്മാണം. ഇത് വിവേചനമാണ്. അങ്ങനെ ആ പീഡനം അനുഭവിക്കുന്നവരോടുള്ള അനുകൂല വിവേചനം, മറ്റുള്ളവരോടുള്ള പീഡനം പീഡിപ്പിക്കുന്നവരോടുള്ള വിവേചനം, അതാണിത്. അതിന് യാതൊരു സംശയമില്ല. പീഡിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇത് വിവേചനമാണെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വിവേചനം നമ്മൾ ഇവിടെ പുലർത്തി പോരുന്നുണ്ട്. അപ്പോൾ പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക സമുദായങ്ങൾ എന്നിവർക്കൊക്കെ റിസർവേഷൻ കൊടുക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തുല്യത പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടനയല്ലേ, ഇവർക്ക് എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു വിവേചനമാണ്, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിവേചനമാണ്, മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു നെഗറ്റീവ് വിവേചനമാണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ്. അതേപോലെ ചരിത്രപരമായ കാരണങ്ങളുള്ളത് കൊണ്ടാണ് ഈ 6 സമുദായങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിവേചനം ഈ നിയമനിർമ്മാണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അത് വിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിയുക്തമായിരിക്കണം, അതിലൊരു ന്യായം ഉണ്ടായിരിക്കണം. ഇവിടെ ഈ വിവേചനം എന്ന് പറഞ്ഞ് വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ, ന്യൂനപക്ഷ മതങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഇവിടെ വലിയ വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആനുകൂല്യം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വിവേചനമാണ്. ഇതങ്ങനെ പാടില്ല. ക്രിസ്ത്യാനികൾക്കില്ലാത്ത അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കില്ലാത്ത ആനുകൂല്യങ്ങൾ എന്തിന് ഇവർക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആൻസർ? നിങ്ങൾ അതിനൊരു മറുപടി പറയൂ. ഇവിടെ വിവേചനം അത് ആരുടെക്കെതിരായിട്ടുള്ളതാണ്? ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള ഒരു വിവേചനമല്ല. വെളിയിൽ നിന്ന് വരുന്നവർക്ക്, ഇന്ത്യക്കാരല്ലാത്തവരോട് നമ്മൾ കാണിക്കുന്ന വിവേചനമാണ്. അത് ഇവിടെ ഉള്ളവർക്ക് പൊള്ളേണ്ട കാര്യം എന്താണ്? ഇവിടെ ഉള്ളവർക്ക് എന്തിനാണ് ബംഗ്ലാദേശിലെയും പിന്നെ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങളെ ചൊല്ലി ഇത്രയും ഒരു വേദനിക്കേണ്ട കാര്യം എന്താണ്? ഇത്രയും പൊള്ളേണ്ട കാര്യം എന്താണ്? അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇതൊരു ലിമിറ്റഡ് പീരീഡിലേക്കുള്ളതാണെന്ന് പറയും. വൺ ടൈം ഒരു ഇമ്പാക്റ്റ് വരുന്ന ഒരെണ്ണമാണ്. ഒരു പ്രാവശ്യത്തേക്കേ ഉള്ളൂ. 2014 ഡിസംബർ 31 മുമ്പ് വന്നവർക്കേ ഉള്ളൂ. അതുമാത്രമല്ല അവരിവിടെ തുടർന്ന് താമസിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ട് വിട്ടാകണം. അങ്ങനെയുള്ളവർക്കേ ഇത് കൊടുക്കുന്നുള്ളൂ. അത്രയും വിവേചനമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം. ഇത് എന്നേക്കും ഒരു വിവേചനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രചാരണവും തെറ്റാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊന്നും എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. അല്ലാതെ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ ലഭ്യമാക്കാനുള്ള വ്യവസ്ഥകൾ സിറ്റിസൺഷിപ്പ് ആക്റ്റിലുണ്ട്. അതിന് നാച്ചുറലൈസേഷൻ വഴിയോ രജിസ്ട്രേഷൻ വഴിയോ ആർക്ക് വേണമെങ്കിലും സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം. പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതിന് ഈ മതമൊന്നും ബാധകമല്ല. അവിടെ എങ്ങും വിവേചനവും ഇല്ല. ഇവിടെ വിവേചനം എത്തിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞു. വിവേചനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പുത്തരി ഒന്നുമല്ല, മതേതര രാജ്യമെന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കരുത്. ഈ പുത്തരിയല്ല. നമ്മൾ വിവേചനം ഏതെങ്കിലും അവശ്യ ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ നിരന്തരം നമ്മുടെ ഭരണഘടന ഉണ്ടായപ്പോൾ മുതൽ നമ്മളത് പുലർത്തിപ്പോരുന്നുണ്ട്. ഇപ്പം വിവേചനമെന്നും പറഞ്ഞിട്ട് ചാടി വരേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതുപോലെ ഇവിടുന്ന് മുസ്ലിങ്ങളെ ഓടിക്കും, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓടിക്കുമെന്നുള്ള ഒരു വലിയ ഇത് വരുന്നുണ്ട്, പ്രചാരണം വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ആരെയും ഓടിക്കുമെന്നുള്ള ഒരു നിബന്ധന ഇതിനകത്തില്ല. പിന്നെ ഓടിക്കേണ്ടി വരും. വിദേശികൾ, അതായത് ഇന്ത്യക്കാരല്ലാത്തവർ ഇവിടെ കടന്നു കയറി താമസിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ധാരാളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബംഗ്ലാദേശുകാർ ആദ്യം പശ്ചിമ ബംഗാളിലേക്ക് വരുന്നു, അവിടുന്ന് പതുക്കെ വണ്ടി കയറി കേരളത്തിൽ ഏറ്റവും സുരക്ഷിത സ്ഥാനം എന്നുള്ളതിൽ കേരളത്തിലെത്തുന്നു. അവരെ ഇവിടെ പുലർത്തേണ്ട കാര്യമുണ്ടോ? അവർ വിദേശികളല്ലേ, അവർ പറഞ്ഞയക്കണം, അവരുടെ സ്വന്തം മാതൃരാജ്യത്തിലേക്ക് പറഞ്ഞയക്കണം. അതിന് ഈ നിയമമല്ല, ഈ നിയമത്തിൻ്റെ ആവശ്യമേ ഇല്ല.
ഈ CAA ആവശ്യമേ ഇല്ല. അത് സിറ്റിസൺഷിപ്പ് ആക്റ്റും ഫോറിനേഴ്സ് ആക്റ്റും അതുപോലെ പാസ്പോർട്ട് ആക്റ്റും ഒക്കെ അതിലെ വ്യവസ്ഥകളനുസരിച്ച് ഇവർ പുറത്താക്കേണ്ടതാണ്. അത് നിരന്തരമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ ആക്ട് ബാധകമല്ല. അത് നിങ്ങൾ ഈ ആക്ട് വന്നപ്പോൾ കുറേ പേരെ പുറത്താക്കേണ്ടി വരുന്നു എന്ന് പ്രചരിപ്പിക്കരുത്. അതൊന്നും വിലപ്പോകത്തില്ല. കാരണം പറഞ്ഞാൽ അതൊക്കെ അസത്യമാണ്. അല്ലാതെ ഫോറിനേഴ്സിന് ഇവിടെ താമസിക്കാൻ അനുവാദമില്ല. അത് നമ്മൾ ആരായാലും ഫോറിനേഴ്സിനെ പുറത്താക്കണം. ഇവിടെ ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് പുറത്താക്കണം. അതിന് യാതൊരു സംശയമില്ല. അത് പുറത്താക്കിയിരിക്കും. അതിന് ഈ ഒരു ഇവിടുത്തെ സർക്കാർ എതിര് നിന്നാലോ പിണറായി വിജയൻ എതിര് നിന്നാലോ ഒന്നും യാതൊരു രക്ഷയുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യമാണ്. അവിടെ ഒരു ഒരറ്റത്ത് കിടക്കുന്ന സംസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ വിചാരിച്ചാലൊന്നും അത് തടയാൻ പറ്റത്തില്ല. വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് കൂടുതൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ CAA നടപ്പിലാക്കത്തില്ലെന്ന് പഠിച്ചും വോട്ട് പിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ നടപ്പിലാക്കേണ്ടെന്ന്. നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു റോളുമില്ല. CAA എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നടപ്പിലാക്കാനുള്ളതാണ്. ആ നിയമത്തിലെ വ്യവസ്ഥകൾ അങ്ങനെയുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊള്ളും. നിങ്ങൾ വെറുതെ നോക്കി നിന്നാൽ മതി. പക്ഷേ സിറ്റിസൺഷിപ്പ് ആക്ട് വെച്ചിട്ട് വിദേശികളെ പുറത്താക്കാനുള്ള പരിപാടി നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങളും കൂടി ചെയ്യണം. കണ്ടുപിടിക്കാൻ നിങ്ങൾ സഹായിക്കണം. ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.